ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് മദ്രസയിൽ നിന്ന് ടൂർ പോയൊരു വീഡിയോ കണ്ടാലോ? അപ്പോൾ ചിലരൊക്കെ വിചാരിക്കും മദ്രസയിൽ നിന്നും ടൂറോ? അതേ ടൂറ്. കാരണം എപ്പോഴും കുട്ടികൾക്ക് പഠിത്തം മാത്രം പോയല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റും വേണ്ടേ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ടൂറൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്യുന്നത് നല്ലതാട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാവേ, കുട്ടികളുടെ ഒരു നിർബന്ധം അവരുടെ ഒരു ആഗ്രഹപ്പുറത്തു കൂടി കൊണ്ടാണ് കേട്ടോ കമ്മിറ്റി ഇങ്ങനെ ഒരു തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ എന്തായാലും പുറപ്പെട്ടിട്ടുണ്ട്. പുലർച്ചെ ഒരു 3 മണിയായപ്പോഴാട്ടോ നമ്മൾ യാത്ര പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്നെയും കുട്ടികളെയും ഇവിടെ ആക്കി തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വലിയൊരു സാഹസം വീട്ടിൽ ചെയ്ത് വെച്ചിട്ടാണ് ഇക്ക വന്നിട്ടുണ്ടായത്. കാരണം ഞാനും മൂത്ത മോനും ചെറിയ മോനും കൂടിയായിട്ട് പോകുന്നത്. ഇക്കൊക്കെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് എന്നൊക്കെ വരുന്നില്ല. പിന്നെ ആണെങ്കിൽ രണ്ടാമത്തെ ആളും വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓനാണെങ്കിൽ പുലർച്ചെ ആയതുകൊണ്ട് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടി വണ്ടിയിൽ വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ രണ്ടാളും വീഡിയോ കോൾ ഓണാക്കി വെച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായത്. ഓൻ ഉറക്കത്ത് നീക്കുകയാണെങ്കിൽ നമുക്ക് ഫോണിൽ കാണാമല്ലോ. അപ്പോൾ തന്നെ ഒക്കെ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് ഒക്കെ വീട്ടിലേക്ക് പോകാലോ വെച്ചിട്ട് അങ്ങനെ ചെയ്ത് വെച്ചിട്ടാട്ടോ വന്നത്. അതുകൊണ്ട് തന്നെ എന്നെ ആക്കിയിട്ടൊക്കെ പെട്ടെന്ന് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. എൻ്റെ വിചാരമൊക്കെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുന്ന കേട്ടോ. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫോണിൽ കൂടി കാണാം കേട്ടോ ഇവൻ വീഡിയോ കോളിലൂടെ ഇരുന്ന് കരയുന്നത്. പക്ഷേ ഒക്കെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ നിന്ന് ഒരു ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗ്ലാസ് എന്തോ എടുക്കാൻ മറന്നിട്ട് ഒന്ന് പോയി എടുത്തരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ആണെങ്കിൽ ഈ ഒരു സംഭവം പറയാനും മടി, ഒരു കാര്യം പറയുമ്പോൾ മുടക്കം പറയണ്ടേ. അതുകൊണ്ട് തന്നെ ഒക്കെ പെട്ടെന്ന് അവിടെ പോയിട്ടാണ് കേട്ടോ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അത്രയും ടൈം ഇവരെ ഇങ്ങനെ ഇരുന്ന് കാര്യമായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ മോനെ വാപ്പതാ ഇപ്പം വരുന്നു പറയുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ഓർത്തില്ല കേട്ടോ. സംഭവം ഞാൻ മ്യൂട്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ എന്തൊക്കെയോ വാങ്ങിയും കോസ്റ്റിയൊക്കെ കാണിക്കുന്നത് ഓൻ കാണുന്നുണ്ട്. പക്ഷെ എന്താ സംഭവം എന്നുള്ളത് ആൾ കേൾക്കുന്നില്ല കേട്ടോ. പിന്നെയൊക്കെ വീട്ടിലെത്തി ഓനൊന്നെടുത്ത് ആശ്വസിപ്പിച്ചപ്പോഴാട്ടോ എനിക്ക് ശ്വാസം ഒന്ന് നേരെ വീണത്. ഈ ഒരു കാര്യം ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പല സമയത്തും എനിക്ക് കുട്ടികളെ എവിടെ ആക്കി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട് കേട്ടോ. കാരണം എപ്പോഴും എല്ലാവരും ബുദ്ധിമുട്ടിക്കേണ്ട വിചാരിച്ചിട്ടാണ്. എന്നാലും ചില സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആക്കി കൊടുക്കാറുണ്ട്. എന്ത് പറ്റിയെന്ന് വെച്ചാൽ, തലേന്ന് ഇവനെ കൊണ്ടാക്കിയപ്പോൾ ഇവർക്ക് എന്തോ ഒന്ന് ഓടിയിട്ടോ സംഭവം നമ്മളിവിടെ പോകുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആൾ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിറ്റേന്ന് വന്നപ്പോഴും തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓനെ കൂടെ കൂട്ടിയത് കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ വീട്ടിലാക്കാനാട്ടോ വിചാരിച്ചത്. പക്ഷെ ഞാൻ ലൈഫിൽ റിയലൈസ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, കുട്ടികളുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും പല സിറ്റുവേഷനും ലൈഫിൽ വരും കേട്ടോ. അപ്പോൾ ഒന്നിൻ്റെ പേരിലും ഒരു കാര്യത്തെയും നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിനും ഞാൻ കുട്ടികളുണ്ടെന്നും പറഞ്ഞിട്ട് വീട്ടിൽ ചടിഞ്ഞു കൂടിയിരിക്കുന്ന ആളോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ചെയ്യാത്ത ആളും അല്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു വഴി നോക്കിയിട്ട് കുട്ടികളൊന്നെങ്കിലും വീട്ടിലാക്കി കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെ കൂടെ കൊണ്ടുപോയിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെടുകയാണെങ്കിലും കൂടെ കൊണ്ടുപോയിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾ തന്നെ കേട്ടോ. ഞാൻ പലരും പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവരുടെ ചില കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അതിനോർത്ത് ഖേദിക്കേണ്ടി വരും. കാരണം നമുക്കും വേണ്ടിയിട്ട് ലൈഫിൽ കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ചെറിയ കുട്ടികളാണെങ്കിലും കൂടി പല റിസ്ക് ഏറ്റെടുത്തിട്ട് ഓരേയും കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ് കേട്ടോ ഞാനായാലും ഇക്കായാലും. അതുപോലെ തന്നെ നമ്മൾ റിസ്ക് ഏറ്റെടുത്തവർ തന്നെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീരെ പറ്റാത്ത കാര്യമാണെങ്കിൽ മാത്രം നമ്മൾ നോ പറയാം. പറ്റാത്ത കാര്യമാണെങ്കിൽ നോ തന്നെ പറയാം കേട്ടോ. അല്ലാണ്ട് കഴിയാത്ത കാര്യം നമ്മൾ വെറുതെ ഏറ്റെടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇതിനർത്ഥം കുട്ടികളെ എവിടെയെങ്കിലുമൊക്കെ ഏൽപ്പിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നല്ല കേട്ടോ. നമ്മൾ കുട്ടികളെ സേഫ് ആക്കിയിട്ട് തന്നെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മോട്ടിവേഷൻ മാത്രമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാമേ. ബൈ.